ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾ കുറച്ച് താമസിച്ചു കേട്ടോ. 5:30 ആയിട്ട് എണീച്ചത് തന്നെ. അപ്പം നേരം വെളുത്തിട്ട് ഞങ്ങൾ എണീച്ചത്. അപ്പോൾ പുറത്തിറങ്ങി നിന്നപ്പോഴത്തേനും നിഖിത്തിനെ നോക്കി ഞങ്ങൾ കുറച്ച് നേരം നിന്നു. അപ്പം നമ്മുടെ ഹർഷൻ്റെ അടുത്തേക്ക് നമ്മുടെ കുറച്ച് പട്ടിക്കുഞ്ഞുങ്ങൾ, പട്ടിക്കുഞ്ഞുങ്ങളല്ല കേട്ടോ, അവന്മാരൊക്കെ വലിയവന്മാരാണ്. അവന്മാരൊക്കെ വന്ന് അവനോട് കാര്യമൊക്കെ പറഞ്ഞ് അവൻ്റെ കൂടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് നടന്നു തുടങ്ങിയില്ലേ, അപ്പോഴും അവന്മാർ കൂടെ തന്നെ വരും കേട്ടോ. സോ ടുഡേ ഓൾസോ വി ആർ ഗോയിങ് ടു വാക്ക് വിത്ത് ഹർഷ് ആൻഡ് നിഖിത്. Same side, Dream City. I said to change the place, but still Nigit want to go this place only because all of are going this side only. That's why he also saying this side will go for walking. And today we are little bit late, and you can hear that voice of peacock. ഇവിടെ ഇഷ്ടംപോലെ മയിലുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കെപ്പോഴും രാവിലെ എണീച്ച് നടക്കുമ്പോൾ എപ്പോഴും മയിലുകളുടെ സൗണ്ട് കേൾക്കാൻ പറ്റും. പക്ഷേ നമ്മളതിനെ നോക്കിയിരിക്കുമ്പോഴൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ ഞങ്ങളിന്ന് കണ്ടു. ഇത് 3 ആൺമയിലുകളാണ് കേട്ടോ. പക്ഷേ അവർക്ക് പീലികളൊന്നും കിളിച്ച് വന്നിട്ടില്ല. നമുക്ക് പീഹിനെ അറിയാമല്ലോ, അത് എപ്പോഴും ഒരു ബ്രൗൺ കളറായിരിക്കും. അവർക്ക് നെക്കിനൊന്നും ഇത്ര നീളമില്ല. അവർക്കാണെങ്കിൽ പക്ഷേ തലയിൽ ഇങ്ങനെ പൂക്കളുണ്ടാവും. പക്ഷേ രാവിലെ തന്നെ ആണ്ട് വണ്ടികളെ കൂടി തുടങ്ങി കേട്ടോ. അപ്പോൾ റോഡിൽ നിന്ന് കിട്ടിയ ഒരു ഇലയാണ്. എന്ത് ഭംഗിയായിരുന്നു എന്നറിയാം അത് കാണാനായിട്ട്. അതിൻ്റെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞാൻ ഇതിൻ്റെ കുറേ പറക്കി വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ അതിനകത്തുനിന്ന് കുറേ ഉള്ളതിൽ ഞാൻ ഒരെണ്ണം കുഞ്ഞിന് മാത്രം എടുത്തിട്ട് എന്ത് ഭംഗിയായിരുന്നു. അതിങ്ങനെ കൈ വെച്ചിട്ട് നമ്മൾ റീലൊക്കെ കാണത്തില്ലേ, അതേപോലെ കൈ വെച്ചിട്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ നടന്നു. സോ ഇവിടെ ഇഷ്ടം പോലെ മറ്റേ കസ്ക്യൂട്ട ഇല്ലേ, കസ്ക്യൂട്ട ഇഷ്ടം പോലെ ഉണ്ട്. കസ്ക്യൂട്ടയുടെ പൂവാണ് അത്, അതല്ല അല്ല, കസ്ക്യൂട്ടയ്ക്ക് ഇലയും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇതിങ്ങനെ വള്ളി പോലെ തന്നെയാണ്. ഇതൊരു എന്താ പറയുക, ഒരു പാരസൈറ്റിക് പ്ലാന്റ്സിന് എക്സാമ്പിളാണ്. അവർ നടന്ന് അങ്ങോട്ടെത്തി. ഞാൻ നടക്കട്ടെ. നമ്മളിങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സംഭവം കിട്ടുമോ നോക്കി നടക്കുക. ഇത് ജെട്രോഫ. നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഇതിന് കോമൺ നെയിം ബെല്ലിയാച്ചി ബുഷ് എന്നാണ്. ഇത് പണ്ട് നമ്മൾ വേലിയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. ആൾക്കാർ പറയില്ല ഇതിൻ്റെ ഇത് കറവീണ കണ്ടുകൂട്ടുമെന്നൊക്കെ പറയാറുണ്ട്. ഇത് വെച്ചിട്ട് ഇങ്ങനെ ബബിൾസ് ഉണ്ടാക്കി കളിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ഇത് ക്യാരക്ടേഴ്സ്. ഇതൊരു യൂണിവേഴ്സൽ സ്പീഷീസ് ആണ്. നമുക്കിത് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അതുപോലെ തന്നെ ഇത് നമുക്ക് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒത്തിരി ഉണ്ട്. ഫാസ്റ്റായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ പാടാണെന്ന് പറയുന്നത്. കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ ഒരു പെട്രോൾ പമ്പും ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു മരവും കാണാൻ പറ്റും. ഒരു ആൽമരമാണ്. ചെറിയ ആൽമരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊക്കം കുറവാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു ചെടി പോലെ സംഭവം തൂക്കിയിട്ടിട്ട് അതിനകത്ത് കിളികൾക്കൊക്കെ വെള്ളം കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതുവരെ നടന്നു വന്നപ്പോഴത്തേനും ഹർഷ് ടയേർഡായി അവനോട് ഇരിക്കുന്നുണ്ട്. നിഖിത്ത് ഇപ്പോഴും ആക്റ്റീവാണ് കേട്ടോ. ഇതിൻ്റെ പേരറിയത്തില്ല, പക്ഷേ ഇത് കാണാൻ നല്ല രസമാണ്. ഇതിൻ്റെ പൂവ് ഒരു പുളിമരം പോലെ, പക്ഷെ നല്ല മുള്ളുണ്ട് ഈ സംഭവത്തിന്. ഉണ്ടോ? നല്ല മുള്ളുണ്ട്. Knows this flower and during the practical time it is very difficult to get also. Not 12th, 11th. So at last we are reaching Dream City. ഞങ്ങൾ ഡ്രീം സിറ്റിയിലോട്ട് കയറി കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളോട് തോന്നുന്നത് ഒരു ചെമ്പൻ നായ്ക്കുട്ടി. ഇവനാണ് നമ്മളെ കണ്ടിട്ട് പോലുമില്ലല്ലോ. നമ്മൾ ഇതിനകത്ത് വല്ലപ്പോഴുമാണ് നമ്മൾ നടക്കാനൊക്കെ ഇങ്ങോട്ട് വരുന്നത്. അവൻ വന്ന് ഇവന്മാരുടെ അടുത്ത് നിന്ന് ഭയങ്കര ഇങ്ങനെ സ്നേഹപ്രകടനം. എന്താ അല്ലേ, അപ്പുറത്ത് ആരോ ഒന്നും കാര്യം പറഞ്ഞ അടുപ്പത്ത് അവൻ അങ്ങോട്ട് ഒറ്റ ഓട്ടം. പിന്നെ നിഖത്ത് എൻ്റെ സെൽഫി സ്റ്റിക്കൊക്കെ വെച്ച് ട്രൈ ചെയ്യുന്നുണ്ട് വീഡിയോ. പിന്നെ അവിടെ എന്തോ ആക്സിഡൻറ്റ് നടന്നു തോന്നുന്നു കേട്ടോ. കുറച്ച് കുപ്പിച്ചില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവൻ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്നെ തന്നെ ട്രോളി അത് എന്നിട്ട് അവനത് സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അവൻ എടുക്കുക. സോ ഡ്രീം സിറ്റിക്കകത്തുള്ള ഒരു ചെറിയ പാർക്ക്. സോ ഹർഷ്, ദിസ് പാർക്ക് का नाम क्या है? पार्क का नाम नहीं, उधर समोसा पार्क है, इधर इसका नाम नो नेम. समोसा जैसा है शायद. देखो एक साइकिल टूट गया. हाँ सर, ये पैटिस है. पेटिस. हेलो गाइस. परफेक्ट समोसा नहीं है सर. ये देखो, ये देखो. They're inside. I think so, but it is not maintained well. So like a toast. സോ ചിലപ്പോൾ ഇത് തുടങ്ങിയ സമയത്ത് ഇവർ നല്ലതായിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. പിന്നീട് ഇറ്റ് ഈസ് നോട്ട് മെയിൻറ്റെയിൻഡ് വെൽ ആൻഡ് പീപ്പിൾസ് ഓൾസോ നോട്ട് ഇൻട്രസ്റ്റഡ് ടു. ഐ തിങ്ക് ഓൾ ആർ ബിസി ഇൻ ദെയർ റൈറ്റ്. സോ ഞങ്ങൾ കുറച്ച് നേരം സീസോ കളിക്കട്ടെ.
पैसे नहीं ऊपर हेलो गाइस दिस फेलो your weight is high കുറച്ച് നേരം ഇങ്ങനെ ഓരോ റൈഡിലും കയറി ഇങ്ങനെ കുറച്ച് എക്സസൈസ് ചെയ്യാനും മീൻസ് ചുമ്മാതെ കുറേ സംഭവങ്ങളുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ളതാ, ഞാൻ കുട്ടിയല്ലേ. അങ്ങനെ അങ്ങനെ ഞാൻ ഹർഷോട് അതിനകത്തിരുന്ന് കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി നികത്തായിരുന്നു കേട്ടോ അത് ആട്ടിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവൻ പറയുന്നു അവൻ ഭയങ്കര സ്പീഡിലാട്ടി. ഇപ്പം വീഡിയോ എടുത്തതിന് അവനിപ്പം പറയുന്നത് സാർ ഇപ്പോഴാണോ വീഡിയോ എടുക്കുന്നതെന്ന്. നമ്മളിങ്ങനെ സാറാണ് ടീച്ചറാണെന്നൊക്കെ പറഞ്ഞ് വലിയ ജാടയൊക്കെ എടുത്തിക്കാതെ പിള്ളേരെ കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുക. അപ്പോൾ നമുക്കൊരു ഫ്രീ മൈൻഡ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ കിട്ടിയതാണ് കേട്ടോ ഒരു വെള്ള അരുളി. ഇപ്പുറത്ത് ഊഞ്ഞാലുണ്ട്, പക്ഷേ ഊഞ്ഞാലിൽ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ തറയെല്ലാം ഭയങ്കര വെള്ളമാണ്. देखिए आप देख सकते हैं इस बच्चे को, यह ऊपर खड़ा हो चुका है. अगर इसका थोड़ा सा पैर उछला और ये नीचे गिर जाएगा और उसके കാണാൻ ഭംഗിയുള്ള നല്ലൊരു കൂണിനെ കണ്ടോ, നല്ല പൂവിൻ്റെ ഷേപ്പിരിക്കും, നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. നല്ല മഞ്ഞ് തുള്ളികൾക്കിടയിൽ ഒരു കുഞ്ഞിക്കൂൺ. So these two fellows are stuck inside the park. So we are moving from Dream City.